സത്യം പറഞ്ഞാൽ ഞാനത് വാങ്ങിച്ചാന്നാ വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ അതിൽ കിടും. സൂപ്പറാണ്. നല്ല ടേസ്റ്റ്. ഈ ഹണി ആൻഡ് ചീസ് കോമ്പിനേഷൻ നല്ല അടിപൊളിയുണ്ട്. നല്ല ഭംഗിയായിരിക്കുന്നുണ്ട്, നന്നായിരിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ചീസ് കേക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇത് സൂപ്പറായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കഴിക്കണം. എനിക്ക് ചീസ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു പുളി ഉണ്ട്, ഇതിൽ അതില്ല. നല്ല മധുരം. സൂപ്പറാണ്. ഞാൻ ആറാട്ടുണ്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ഗ്രഹാം ക്രാക്കർ ഫ്രൈ ക്രസ്റ്റാണ് ആവശ്യം. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ഏത് ബിസ്ക്കറ്റും ഈ റെസിപ്പിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഒരാൾ ഇതിൻ്റെ ഇൻറ്റഗ്രിറ്റി പോകുമെന്ന് പറഞ്ഞ് മൈക്രോവേവിൽ വെക്കാതെ കഷ്ടപ്പെട്ട് ചൂടുവെള്ളത്തിൽ വെച്ച് അലിയിച്ചെടുക്കുന്ന കാഴ്ചയാണിത്. എന്ത് കേക്കാണ് ഉണ്ടാക്കുന്നത്? എന്ത് കേക്കാ? ഹണി ചീസ് കേക്ക്. ഓക്കേ. ഇനി നമുക്ക് ഈ ക്രഷ് ചെയ്ത ബിസ്ക്കറ്റും മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു 3 ലെയർഡ് ആയിട്ടുള്ള കേക്കാണ്. അതിൻ്റെ ആദ്യത്തെ ലെയറായിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റ് മിക്സ്ചർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം വിപ്പിംഗ് ക്രീമും ക്രീം ചീസും സോർ ക്രീമുമാണ്. സോർ ക്രീം ഇല്ലെങ്കിൽ നമുക്ക് തൈര് ഉപയോഗിക്കാവുന്നതുമാണ്. ഇതുപോലത്തെ ക്യൂബ്സ് ആയിട്ടുള്ള ക്രീം ചീസ് ആയതുകൊണ്ട് മിക്സ് ചെയ്യാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ലൂസായിട്ട് വരുന്നത് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നമ്മളിപ്പോൾ 10 ക്യൂബ്സാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 180 ഗ്രാം ടു 200 ഗ്രാം വരും. പിന്നെ ചീസ് ആയതുകൊണ്ട് ഇച്ചിരി കൂടിയാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ആവശ്യം ജെലാറ്റിൻ പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ കുറച്ച് വാം വാട്ടറിൽ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചീസ് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഇത് കുറച്ച് കഷ്ടപ്പാടുള്ള പ്രൊസീജിയറാണ്. നമ്മൾ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിൽ കിട്ടുന്ന ക്രീം ചീസ് ആണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ സോർ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് അധികം പുളിയില്ലാത്ത തൈര് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് തേനാണ്. നമ്മളെ ടേസ്റ്റിനനുസരിച്ചുള്ള, നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചുള്ള തേൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് കേക്കിൽ ചെറിയൊരു പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച ജെലാറ്റിൻ മിക്സറിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 200 to 250 ml വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനി നമുക്ക് നമ്മുടെ ചീസ് മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് ഈ മിക്സിൻ്റെ 3/4 ഭാഗവും ആഡ് ചെയ്ത് കൊടുക്കണം. ബാക്കി വരുന്ന 1/4 ഭാഗം വെച്ചിട്ടാണ് നമ്മൾ 3rd ലെയർ ഉണ്ടാക്കുന്നത്. 3rd ലെയറിന് വേണ്ടിയിട്ട് ഓറഞ്ച് ജ്യൂസോ മുസംബി ജ്യൂസോ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മധുരം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 ബ്രൗൺ ഷുഗറിൻ്റെ ക്യൂബ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുത്ത് അത് മെൽറ്റ് ആവണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ബാക്കി വന്ന 1/4 ഭാഗം ചീസ് മിക്സിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ടോപ്പ് ലെയറായിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഹണി കോംബ് അപ്പിയറൻസിനായിട്ട് ബബിൾ റാപ്പ് നമ്മൾ കേക്ക് ട്രെയിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്ലൈറ്റായിട്ടൊന്ന്
പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിലാണെങ്കിൽ 1/2 മണിക്കൂർ മതിയാവും. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ബബിൾ റാപ്പ് ഊരിയിട്ട് ഇതിൻ്റെ മുകളിൽ ഹണി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. എല്ലാവർക്കും നമ്മുടെ ചീസ് കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.